ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾ നമ്മുടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു യൂട്യൂബ് ചാനൽ എസ് ജെ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ എന്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൊട്ടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൽ റൊട്ടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഉള്ള ഒരു കോക്കനട്ട് ചട്നിയുടെ റെസിപ്പി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേ നമുക്കത് നോക്കിയാലോ. ഞാൻ അതിനായിട്ട് അവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങ കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതേപോലെ കപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ 1 കപ്പോ തേങ്ങ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2-3 പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഒരു 2-3 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് നന്നായി വാഷ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊരികടല പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാത്തോ. പൊട്ടുകടല ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുത്ത് കൊട്ടാം. ഞാനിത് ഒരു പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഏതായാലും എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആ എണ്ണ ചൂടായി വന്നതും അതിലേക്ക് ഞാനിവിടെ ആവശ്യത്തിനുള്ള കടുകും 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും പിന്നെ 2 ചുവന്ന മുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതും അതിലേക്ക് ഞാനിതാ ഒരു 3 ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതാക്കിയിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് കളർ മാറി വന്നത് നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചട്നി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ചട്നിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുത്തോ. നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോക്കനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ തേങ്ങാ ചട്നി അരയ്ക്കുമ്പോൾ ഇതേപോലെ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ദോശയുടെ കൂടിയും ഇഡ്ഡലിയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള തേങ്ങാ ചട്നിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ദോശയുടെ കൂടിയും ഇഡ്ഡലിയുടെ കൂടിയും അതേപോലെ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ ഇത്. തേങ്ങാ ചട്നിയാണ് കേട്ടോ ഇത്. ഇനി വീട്ടിൽ ചട്നി അരയ്ക്കുമ്പോൾ തേങ്ങാ ചട്നി അരയ്ക്കുമ്പോൾ ഇതേപോലെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടൊന്ന് അരച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ചട്നി ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ പറ്റരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ അവൽ കൊണ്ടൊരു റൊട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവൽ റൊട്ടിയും അതേപോലെ തന്നെ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോക്കനട്ട് ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ചട്നി. അങ്ങനെ നമ്മുടെ അവൽ റൊട്ടിയും കോക്കനട്ട് ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങാ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൽ റൊട്ടിയുടെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് വൈകുന്നേരം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കാണുന്നത് കണ്ടിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് ഇഡ്ഡലി മാവോ ദോശ മാവോ ഒന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ചപ്പാത്തി പൂരി കഴിച്ച് മടുത്തെങ്കിൽ ഇതേപോലെ അവൽ കൊണ്ടോ അതേപോലെ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഈ 2 കൊണ്ടും നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അവൽ റൊട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വഴി ഞങ്ങൾ വീണ്ടും നാളെ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ വഴി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പിന്നെ നാളെ കാണാമേ. ടാറ്റ. Thanks for watching. Subscribe our channel and support us.